नमस्कार, मैं शालिनी अजित। आज हम माँ बाज़ार में कविता के बारे में चर्चा करेंगे। यह कविता डॉक्टर रामदरस मिश्र जी की है। डॉक्टर रामदरस मिश्र हिंदी के प्रतिष्ठित साहित्यकार हैं। उपन्यास, कहानी, संस्मरण, यात्रा वृत्तांत, डायरी, निबंध आदि सभी विधाओं में उनका साहित्यिक योगदान बहुमूल्य है। उनका पहला काव्य संग्रह है पद के गीत। माँ बाज़ार में कविता ऐसे जब कभी संग्रह की रचना है। इस कविता में नारी की माँ छवि को प्रस्तुत करने के लिए जिंदगी के सामान्य संदर्भ को कवि ने विषय बनाया है। कवि कहता है कि बाजार उस माँ की बेचैनी है। കവി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കവിത എന്ന് പറയുന്നത് ദിവസവും അതാത് ദിവസത്തെ വീട്ടു ചെലവിനും മറ്റാവശ്യങ്ങൾക്കുമായി അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഓരോ അമ്മമാരുടെയും ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിലൂടെ ഓരോ അമ്മമാരുടെ ഓരോരോ അവസ്ഥകളെക്കുറിച്ചുമാണ്. ഓരോ വീടുകളിൽ വന്നും മുട്ടുന്ന സെയിൽസ് ഗേൾസിലൂടെയാണ്, അല്ലെങ്കിൽ ഡോർ ടു ഡോർ സെയിൽസ് നടത്തുന്ന സ്ത്രീകളിലൂടെയാണ് കവി ഈ കവിതയെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. ഖട്ട് ഖട്ട് ദോ പൽ ബാദ് ഗേറ്റ് ബജ്താ രഹ. രണ്ട് നിമിഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടെയായിട്ട് ഖട്ട് ഖട്ട് ശബ്ദത്തിൽ ഗേറ്റ് മുഴങ്ങിക്കൊണ്ടിരുന്നു. അതായത് ആരോ ഗേറ്റിൽ മുട്ടുകയാണ്. മേരി അപരാഹ്ന നീന്ത്, എൻ്റെ ഉച്ചയുറക്കത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഛിന്ന ഭിന്ന ഹോഗയി, എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് കവിയെ തന്നെയായിട്ടാണ് പറയുന്നത്. കോൻ ഹേ, ആരാണത്? ക്രോധ് സേ ആംഖേം മൽത്താ ഹുവ, എനിക്ക് ദേഷ്യത്തിൽ കണ്ണൊക്കെ ചുമന്ന് കണ്ണൊക്കെ തിരുമി. മേം കമരേ സേ ബാഹറായ, ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഏതേക്കിയേ കുച്ച് ടൂത്ത് പേസ്റ്റ് ഹേ, നോക്കൂ ഇത് കുറച്ച് ടൂത്ത് പേസ്റ്റാണ്. കുച്ച് സാബുൻ ഹേ, കുച്ച് തൗലിയേ ഹേ, കുറച്ച് സോപ്പും കുറച്ച് കർച്ചീഫ് അങ്ങനെയൊക്കെയുള്ള കുച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ്. നഹീ ചാഹിയേ, അപ്പം തന്നെ പറഞ്ഞു, നഹീ ചാഹിയേ, എനിക്ക് വേണ്ട. കഹ്കർ മേം കമരേമേ ചല ആയ, അത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ലൗഡ്കർ കമരേമേ വഹ് ചലേ ഗയ. അപ്പം ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറിയിലേക്ക് തിരിച്ചു വന്നു. മേം ദേർ തക് ബടബടാത്ത രഹ, കുറേ നേരം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പിറുപിറുക്കും. അപ്പം അതുപോലെ തന്നെ അദ്ദേഹവും കുറേ നേരം പിറുപിറുത്തു. तमाम कोशिशों के बावजूद नींद को नहीं सिमटना दा नहीं सिमटी. അതായത് ഒത്തിരി ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ ഉറക്കം വന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചാ ഉറക്കത്തിലേക്ക് മടങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ സംഭവിച്ചു. ഉസ്മേം സെ ഉഭർത്തി രഹി വഹി ഔരത്ത്, അദ്ദേഹത്തിന് കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ സ്ത്രീയുടെ മുഖം വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റിയുള്ള ചിന്തയായിരിക്കാം. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഉറക്കം പോയില്ലോ, അത് അദ്ദേഹത്തിന് ദേഷ്യത്തിനിടയാക്കി. മേരെ ക്രോധ് കോ ഉക്സാത്തി ഹുയി, അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ധീരെ ധീരെ പത്താനഹീം, എപ്പോഴാണെന്നറിയില്ല. കബ്, എപ്പോഴാണ്? വഹൗരത്ത് മാ ബൻ ഗയി, അപ്പോൾ അമ്മയായിട്ട് തോന്നുകയാണ്. ലഗാ ഉസ്കെ ഹാത്ത് മേം സാമാനോം കി നഹീം പരിവാർ കി ജരൂരത്തോം കി ഗഠരി ഹെ, അദ്ദേഹത്തിന് തോന്നുകയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് സാധനങ്ങളുടെ ആ ഒരു വലിപ്പമല്ല, അതായത് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ എന്നുള്ളതിൻ്റെ ഭാരമല്ല, അവർക്ക് ജീവിതം എന്നുള്ള ഭാരമാണ് അവരുടെ കയ്യിലധികം. ജിസെ ഉഠായേ ഹുയേ വഹ് ഘൂം രഹി ഹെ, അതും പേറിക്കൊണ്ട് അവരിങ്ങനെ കറങ്ങാണ്. അവർ ദ്വാർ ദ്വാർ ദസ്തക് ദേ രഹി ഹെ, ഓരോ വീടുകൾ തോറും മുട്ടി സാധനം
വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിർ ന ജാനെ കബ്, എപ്പോഴാണോ എന്തോ, വഹ് മാം മേരി മാമ്മേ ബദൽ ഗയി, അവരെൻ്റെ അമ്മയായി മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇതെൻ്റെ അമ്മയായിരുന്നില്ലേ. ഓർ മേരി മാം ദിൻകോ കഹാം സോത്തി തീ, അല്ല എൻ്റെ അമ്മ അതിന് ഉച്ചയ്ക്ക് എപ്പോഴാണ് ഉറങ്ങിയിരുന്നേ, പകലൊന്നും ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വഹ്തോ ബാരി ദിനോം കെ പല്ല് പൽ കോ ദുഹ്കർ ഹമാരെ ലിയെ ജീവൻ രസ് സഞ്ചിത് കർത്തി രഹി, അവർ ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി ജീവിതം സ്വരുക്കൂട്ടിക്കൊണ്ടേയിരുന്നു, അതായത് അവർ അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. ഹാ തബ് വഹ് ഘർമേന്തി, അപ്പോഴാ നിമിഷം അങ്ങർക്ക് തോന്നുകയാണ് അവരത് വീട്ടിലായിരുന്നു. ഒരു വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ലേ. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ആ സ്ത്രീയെ തോന്നുകയാണ്. ആജ് ബസാർ മേം ആ ഗയി ഹെ, എൻ്റെ അമ്മ അപ്പം ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയതായിരിക്കും, ഇന്ന് നിരത്തിലിറങ്ങി സാധനങ്ങൾ വിൽക്കാനായി വന്നതായിരിക്കും. ജൽദി സേ കമരേ സേ നിക്കൽക്കർ, പെട്ടെന്ന് തന്നെ മുറി തുറന്ന് മേനെ ഗേറ്റ് കി ഓർ ദേക്ക, ഞാൻ വേഗം തന്നെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. വഹാം, അതായത് കവി വീണ്ടും പുനർചിന്തനം, അദ്ദേഹത്തിന് വീണ്ടും ചിന്തയുണ്ടായി. അയ്യോ കഷ്ടമായി ഞാൻ ചെയ്തത്. എൻ്റെ അമ്മയെ പോലെയുള്ള ഒരു സ്ത്രീ, അവരെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരും നമ്മുടെ വീട്ടിലും വന്ന് നോക്കിയതാണ്. പക്ഷേ ഞാൻ ചെയ്തത് അബദ്ധമായി. മേനെ ഗേറ്റ് കി ഓർ ദേഖ വഹാം കോയി നഹീന്ത, ഞാൻ ഗേറ്റിൻ്റെ സമീപത്തെത്തിച്ചേർന്ന് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവരടുത്ത കസ്റ്റമറെ അന്വേഷിച്ച് അവരടുത്ത വീട്ടിലേക്ക് പോയിരിക്കാം. കാരണം അവർക്ക് അവരുടെ ഉപജീവനം കണ്ടെത്തിയേ തീരൂ. കേവൽ ഏക്ക് സന്നാട്ട തടപ്രഹാദ, അവിടെ ഒരു സൈലൻസ്, വളരെ ഒരു ഇതായിട്ടുള്ളൊരു നിശബ്ദതയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ കവിതയിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത്, സാബുൻ ടൂത്ത് പേസ്റ്റ് ആദി ലേക്കർ ഹമാരെ ദർവാസെ പർ ദസ്തക് ദേനെ വാലി സ്ത്രീ ഭി മാ ഹോത്തി ഹെ. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളോ അല്ലാത്ത സാധനങ്ങളോ ഒക്കെ ആയിട്ട് വീടുകളിൽ വരുന്ന ഈ സ്ത്രീയും ഒരമ്മയാണ്. ഓർ വഹ് അപ്പനെ പരിവാർ, അവരും സ്വന്തം കുടുംബത്തിന് വേണ്ടി, ഏവം ബച്ചോം കെ ലിയെ, അവരുടെ കുട്ടികൾക്ക് വേണ്ടി ജീവൻ രസ് കർണേവാലി മമത ഹെ, അവരും അവരുടെ കുടുംബത്തിന് വേണ്ടി ആ സ്ത്രീയിലും കാണുന്നത് അവർ ആ വീടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരിശ്രമമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നിരാശയും വളരെ ദുഃഖവും തോന്നി. അപ്പോൾ മാ ബസാർ മേം എന്ന കവിതയിലൂടെ ഡോക്ടർ രാംദർശ് മിശ്ര പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ സാധാരണക്കാരായ ജീവിത സന്ദർഭങ്ങളിലൂടെ നമ്മുടെ അമ്മമാരെക്കുറിച്ചാണ്. പലതരത്തിലും നമ്മുടെ അമ്മമാർ ദിവസങ്ങളും മണിക്കൂറുകളും ചിലവാക്കി കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു കണ്ണി മാത്രമാണ്, അല്ലെങ്കിൽ അതിലെ ഒരംഗം മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ട സെയിൽസ് ഗേളായ ഡോർ ടു ഡോർ ഡെലിവറി നടത്തുന്ന ആ സ്ത്രീ എന്നാണ് പറയാനായിട്ട് കവി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ മാ ബസാർ മേം എന്ന കവിതയിലൂടെ ഡോക്ടർ രാംദരസ് മിശ്ര ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മയെ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ രാംദരസ് മിശ്രൻ്റെ മാ ബസാർ മേം എന്ന കവിത ഞാനിവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ധന്യവാദ്.